എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വൺ ഈസ് ദാറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചിട്ട് ചെയ്യണം. പിന്നീട് രണ്ടാമത്തെ കാര്യം, so it is going to be a big event with the participation of large number of people. Therefore, close coordination of all the departments is extremely essential. നമ്മളെ സംബന്ധിച്ച് ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഒരു ഇന്ത്യയിൽ വെച്ചൊരു ഫണ്ട് റൺ നടത്താൻ അവസരം കിട്ടുക. സാധാരണ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലേക്ക് അത് അനുവദിച്ചു കിട്ടുക, അത് നടത്താൻ നമുക്കൊരു ഭാഗ്യമുണ്ടാവുക. ഒളിമ്പിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെമ്പാടും നടക്കുന്ന പരിപാടികൾ വിജയിപ്പിക്കണമെന്നും പർട്ടിക്കുലറി തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾ, ആ രണ്ട് പരിപാടികളിലും ഏറ്റവും കൂടുതൽ പങ്കാളിത്തവും ഏറ്റവും വിജയകരമാക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസും അല്ലെങ്കിൽ ഒളിമ്പിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ അതെന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള കുട്ടികൾക്ക് നിങ്ങളിവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുക, ഈ സംഭവം എന്താണെന്നുള്ളത്. അല്ലാണ്ട് രാവിലെ പോയി കഴിഞ്ഞാൽ ഓടാ ഒരു ടീഷർട്ട് കിട്ടും, അവിടെ സ്നാക്സ് കിട്ടും എന്ന് പറഞ്ഞ് മാത്രം കുട്ടികളെ കൊണ്ടുവരരുത്. ഈ സ്പോർട്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഏഷ്യൻ ഗെയിംസിലൂടെ ഒളിമ്പിക്സിൽ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡലിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുക. ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൽ വന്ന് ഇൻവോൾവ് ചെയ്യാനും അവർക്കൊരു മാനസികമായിട്ടൊരു ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടും സെപ്റ്റംബറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായിട്ട് നടത്തപ്പെടുന്ന ഫണ്ട് റണ്ണിൻ്റെ കൂടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും അതിൻ്റെ കാര്യപരിപാടികൾ വളരെ ദീർഘമായി ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ വർഷം ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ നമ്മൾ വളരെ ഗംഭീരമായിട്ട് രീതിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുകയാണ്. പ്രധാനപ്പെട്ട ഒളിമ്പിക് ഡേ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ഹാവ് a fun run which is around 1 kilometer in which several dignitaries will be participating. എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. വൺ ഈസ് ദാറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചിട്ട് ചെയ്യണം. ദിസ് പെർട്ടിക്കുലർലി ബീങ് ദ ഗവൺമെൻറ് പ്രോഗ്രാം, വി ഓൾ ആർ ബൗണ്ട് ടു നോട്ട് യൂസ് single-use plastic and not use disposables and use only eco-friendly materials in all the related programs and celebrations. പിന്നീട് രണ്ടാമത്തെ കാര്യം, so it is going to be a big event with the participation of large number of people. Therefore, close coordination of all the departments is extremely essential. Police has a huge role in management of traffic as well as the management of the huge crowd that will be building up over there. Then corporation has a role in maintaining the cleanliness aspect in all the premises. Education has an important role in getting maximum students, school students, college students to come and be a part of the program. Therefore, close coordination of all the departments is required. We will be monitoring that. എന്നെ മാത്രം പറഞ്ഞിട്ട് ഈ പരിപാടിനെ എൻ്റെ ഭാഗത്ത് എല്ലാവിധമുള്ള ആശംസകൾ നൽകിയിട്ട്, ജൂൺ മാസം 23-ാം തീയതി ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ്. ഇത്തവണ കേരളത്തിൽ 13 ജില്ലകളിലും ഒളിമ്പിക് ഡേ സെലിബ്രേഷനായിട്ടാണ് ആഘോഷിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം ഏഷ്യൻ ഒളിമ്പിക് കമ്മിറ്റിയും ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഏഷ്യൻ ഫണ്ട് റൺ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏഷ്യൻ ഗെയിംസ് ഏത് രാജ്യത്ത് നടന്നാലും അതിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും ഒരു ഏഷ്യൻ കൺട്രിയിൽ വെച്ചിട്ട് ഫണ്ട് റൺ നടക്കുന്നത് പതിവാണ്. പക്ഷേ ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി
PT ഉഷയുടെ താല്പര്യപ്രകാരം അത് കേരളത്തിലേക്ക് മാറ്റിത്തരികയും അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ച് ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഒരു ഇന്ത്യയിൽ വെച്ചൊരു ഫണ്ട് റൺ നടത്താൻ അവസരം കിട്ടുക. സാധാരണ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലേക്ക് അത് അനുവദിച്ചു കിട്ടുക, അത് നടത്താൻ നമുക്കൊരു ഭാഗ്യമുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും വിജയകരമാക്കേണ്ട ഉത്തരവാദിത്വം വിവിധ തലങ്ങളിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഈ വർഷം ഒളിമ്പിക് ഡേയ്സ് എന്ന് പറയുന്നത് ഒളിമ്പിക് ഫോറസ്റ്റ് പ്രോജക്റ്റ് എന്നൊരു പരിപാടിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും 2036 ഒളിമ്പിക്കിനെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടി 2036 വൃക്ഷത്തൈകൾ നടണമെന്നാണ് ഒളിമ്പിക് കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ 2030 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുകയാണ്. 2036 ഒളിമ്പിക്കിന് വേണ്ടി നമ്മുടെ തീവ്ര ശ്രമത്തിലാണ്. 2038 ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പം സ്പോർട്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തുടരെ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒളിമ്പിക് തന്നെയാണ്. അപ്പോൾ 2036 ഒളിമ്പിക്കിനെ വരവേൽക്കുന്നതിലേക്ക് വേണ്ടി 2036 വൃക്ഷത്തൈകൾ നടണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലൊരു ചരിത്ര സംഭവമാണ്. എല്ലാ MLA-മാരും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് വൃക്ഷത്തൈ നടൽ ഒളിമ്പിക് ഫോറസ്റ്റ് എന്ന പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും 19-ാം തീയതി വൃക്ഷത്തൈ നടണം എന്നാണ് ഗവൺമെൻറ് തലത്തിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ വരും. തീർച്ചയായിട്ടും അതിൽ എല്ലാവരും പങ്കാളികളാവണം. 2026 ഐച്ചിനഗോ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ഭാഗ്യചിഹ്നമായ ഹനുമാൻ നമുക്ക് ജൂൺ 19 മുതൽ 22 വരെ തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും നഗരപ്രദേശങ്ങളിലും അത് സന്ദർശിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഫ്ലാഷ് മോബ് ഉണ്ടായിരിക്കും, അതുപോലെ മറ്റ് കലാപരിപാടികളിലും. അപ്പം അത് ആ 2 ഭാഗ്യചിഹ്നം തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അത് 19 മുതൽ 21 വരെ തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് നഗരപ്രാന്ത പ്രദേശങ്ങളിൽ ജനസാന്ദ്രമായ പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിക്കും. അതിന് വേണ്ടത് വിധത്തിലുള്ള സ്വീകരണം നൽകണം എന്നുള്ളതാണ് 2ാമത്തെ നിർദ്ദേശം. അത് വരുമ്പം തന്നെ അത് കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനും അത് അവർക്ക് വാട്സപ്പിനും മറ്റവരുടെ വലിയ വിപുലമായ പ്രചരണം നടത്തുന്നതിനും അത് ഉപകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസും അല്ലെങ്കിൽ ഒളിമ്പിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. പക്ഷേ അതെന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള കുട്ടികൾക്ക് നിങ്ങളിവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുക, ഈ സംഭവം എന്താണെന്നുള്ളത്. അല്ലാണ്ട് രാവിലെ പോയി കഴിഞ്ഞാൽ ഓടാ ഒരു ടീഷർട്ട് കിട്ടും, അവിടെ സ്നാക്സ് കിട്ടും എന്ന് പറഞ്ഞ് മാത്രം കുട്ടികളെ കൊണ്ടുവരരുത്. ഈ സ്പോർട്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഏഷ്യൻ ഗെയിംസിലൂടെ ഒളിമ്പിക്സിലെത്താൻ പറ്റും, അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡലിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുക. ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൽ വന്ന് ഇൻവോൾവ് ചെയ്യാനും അവർക്കൊരു മാനസികമായിട്ടൊരു ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം. പിന്നെ 2ാമത്തെ കാര്യം, നമുക്കിങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഈ രാജ്യത്ത് കിട്ടുന്നൊരു അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം കേരളം അത്ലറ്റിക്സിലാണെങ്കിലും വോളിബോളിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ഏതൊക്കെ സ്പോർട്സിലാണെങ്കിലും നമ്മളൊരു ഫിഗറാണ്. പക്ഷേ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മളും കുറച്ച് താഴത്തേക്ക് പോകുന്ന തുടങ്ങി. അപ്പോൾ നമുക്ക് വേണ്ടത് കൂടുതലും കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാക്സിമം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ കളർഫുള്ളാക്കി എടുക്കുക, നല്ല രീതിയിൽ ഭംഗിയായിട്ട് സക്സസ്ഫുൾ ആക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോൾ ഇതിൻ്റെ ഈ ഫണ്ട് റണ്ണും എല്ലാം അവരുടെ ഒരു തീമായിരിക്കും. നമ്മൾ ഏഷ്യൻ ഗെയിംസിന് പോകുമ്പോൾ അവിടെ അവർ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും എവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു കാര്യം അവർ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം ഈ ഒരു കൊച്ചു കേരളം അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാം പാർട്ടിസിപ്പേഷൻ ഒരു നല്ല രീതിയിൽ ഇതിൽ പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു വെരി മച്ച്.
പൂർണ്ണമായും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ പറ്റൂ. കൃത്യമായി അതിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്കിനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ പൂർണ്ണമായും ശ്രദ്ധ. ഇവിടെ സംസാരിച്ചപ്പോൾ ഒരുപാട് സജഷൻസ് വന്നു. നിങ്ങളുടെ മൗനത്തിൽ പോലും നല്ല സപ്പോർട്ടുണ്ട് തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായും കണക്റ്റഡ് ആയിരിക്കണം. സുൽസാർ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണം. ഈ മീറ്റിംഗിൽ പങ്കെടുത്തവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.